അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയ സ്ഥാനത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയും പിന്നീട് താൻ സാക്ഷ്യമായി വിളിച്ചു പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ വ്യക്തമായ ആലോചന പറയുവാൻ, അടുത്തതെന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി എൻ്റെ അരികിൽ കടന്നു വന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ബലം പ്രാപിക്കുകയും എഴുന്നേറ്റ് നിവരെ നിന്ന് ആ ബോട്ടിലുള്ള എല്ലാവരെയും ശക്തിപ്പെടുത്തുവാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവേദ, നിന്റെ സാക്ഷ്യം മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ ഉതകുന്നതാണ്. അതിനായിട്ട് യേശു നിന്നിൽ എന്താണോ പ്രവൃത്തി ചെയ്തത് ആ പ്രവൃത്തിയെ പ്രസ്താവിക്കുക. അത് മറ്റുള്ള പലർക്കും അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ നാളുകളിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ചുവടുവെക്കുക. രക്ഷപ്പെടില്ല എന്ന് മറ്റുള്ളവർ പലരും നിന്നെ നോക്കി വിധിയെഴുത്തുകൾ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വിളിച്ചു പറ, എനിക്കൊരു നല്ല കർത്താവുണ്ട്. ആ നല്ല കർത്താവ് എൻ്റെ നാഥനാണ്. ആ നാഥൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ആ നല്ല കർത്താവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. അത് വിശ്വസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് ചുവട് വെക്കുമ്പോഴാണ് നിന്നിൽ യഥാർത്ഥമായ അത്ഭുതങ്ങൾ സാധ്യമായി തീരുവാൻ ഇടയാകുന്നത്. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.